പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലാഭവിഹിതം നൽകാമെന്ന പേരിൽ കടമേരി സ്വദേശിയായ യുവതിയിൽ നിന്നും സ്വർണവും പണവും തട്ടിയെടുത്തതായി പരാതി. കായപ്പനച്ചിയിൽ പോസ്റ്റർ കീറിയതിന്റെ പേരിൽ യുവാവിന് നേരെ അക്രമം. ഉത്സവാന്തരീക്ഷത്തിൽ ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ശിലയിട്ടു. ഷാഫി പറമ്പിൽ MP ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചോറോട് പഞ്ചായത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓവുചാലിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിൽ കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ജ്വല്ലറിയിൽ പണവും സ്വർണവും നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം നൽകി യുവതിയിൽ നിന്നും സ്വർണവും പണവും തട്ടിയെടുത്തതായി പരാതി. കടമേരി സ്വദേശി പുത്തൻപുരയിൽ സമീറയുടെ പരാതിയിൽ വടകര പോലീസ് കേസെടുത്തു. അപ്പോളോ ജ്വല്ലറിയിൽ പണവും സ്വർണവും നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭവിഹിതം നൽകാമെന്ന പേരിൽ 2013 മുതൽ 2018 വരെയുള്ള കാലയളവിൽ ഏകദേശം 4 ലക്ഷം രൂപയും 10 പവനോളം സ്വർണവും പ്രതികൾ തട്ടിയെടുത്തതായി യുവതി വ്യക്തമാക്കി. സമീറയുടെ പരാതിയിൽ പ്രതികളായ മൂസ ഹാജി, സാബിത്ത് എന്നിവർക്കെതിരെ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കായപ്പനച്ചിയിൽ പോസ്റ്റർ കീറിയതിന്റെ പേരിൽ യുവാവിനെ മർദ്ദിച്ചു. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കായപ്പനച്ചി സ്വദേശി കവുങ്ങിൻ താഴെക്കുനി രമിത് KTK-നാണ് മർദ്ദനമേറ്റത്. ഗ്രാമോത്സവത്തിന്റെ പരിപാടി പോസ്റ്ററുകൾക്ക് മുകളിൽ പ്രതികൾ ലീഗിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും യുവാവ് ലീഗ് പോസ്റ്ററുകൾ നീക്കം ചെയ്തതിലുണ്ടായ വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് രമിത് പറഞ്ഞു. തലയ്ക്കും കൈകൾക്കും പരിക്കുകളോടെ ഇയാളെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിന്റെ പരാതിയിൽ കായപ്പനച്ചി സ്വദേശികളായ സയ്യിദ്, ഷംസീർ, സിദ്ദീഖ്, യാസാദ്, മുഹമ്മദ് എന്നിവർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു. ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ആഹ്ലാദാരവത്തിൽ വടകര പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് മുത്തുക്കുടകളുടെയും ശിങ്കാരിമേളത്തിന്റെയും വാദ്യാഘോഷങ്ങളുടെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് നാട്ടുകാരുടെയും അകമ്പടിയോടെ MP-യെ ആശുപത്രിക്ക് സമീപം സജ്ജമാക്കിയ വേദിയിലേക്ക് ആനയിച്ചു. നാടിന് ഉത്സവമായി മാറിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അബ്ദുൽ ഹമീദ് അധ്യക്ഷനായി. ദേശീയ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ അനുവദിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. മുൻ MP K മുരളീധരന്റെ ശ്രമഫലമായാണ് ആയഞ്ചേരി പഞ്ചായത്തിന് ഫണ്ട് അനുവദിച്ച് കിട്ടിയത്. കൂടുതൽ OP മുറികൾ, വിശാലമായ കാത്തിരിപ്പ് വിശ്രമ ഹാളുകൾ, നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ലാബ് പരിശോധനാ സൗകര്യങ്ങൾ, ബൃഹത്തായ ഫാർമസി തുടങ്ങിയവ പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിക്കുന്നുണ്ട്. 300ഓളം രോഗികൾ ദിനേന വരുന്ന ആശുപത്രിയിൽ കെട്ടിടം പണി പൂർത്തിയാവുന്നതോടെ രോഗികൾക്കും ജീവനക്കാർക്കും കൂടുതൽ ആശ്വാസകരമാകും. പരിപാടിയിൽ മുൻ MLA പാറയ്ക്കൽ അബ്ദുള്ള മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഷ്റഫ് വെള്ളിലാട്ട്, PM ലതിക, ബ്ലോക്ക് മെമ്പർ CH മൊയ്തു, പഞ്ചായത്ത് അംഗങ്ങളായ കാട്ടിൽ മൊയ്തു മാസ്റ്റർ, TK ഹാരിസ്, K സുരേന്ദ്രൻ, MB ഷൈബ, CM നജുമുൻ നിസ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള, കണ്ണോത്ത് ദാമോദരൻ, കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള, പുത്തൂർ ശ്രീവത്സൻ, മൻസൂർ ഇടവലത്ത്, M ഇബ്രാഹിം, O റഷീദ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ സരള കൊള്ളിക്കാവിൽ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹൃദ്യ നന്ദിയും പറഞ്ഞു. 5 വർഷം മുൻപ് പണി പൂർത്തിയായ തുലാറ്റുനടയിലുള്ള ഗെയിൽ SV7 സ്റ്റേഷനിൽ നിന്ന് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പാചകവാതക കണക്ഷൻ നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് MP-ക്ക് നിവേദനം നൽകി. ചടങ്ങിൽ പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തകനായ കുഞ്ഞബ്ദുള്ള കടമേരിയെ ഷാഫി പറമ്പിൽ ഷാൾ അണിയിച്ച് ആദരിച്ചു. ചോറോട് പഞ്ചായത്ത് 19-ാം വാർഡിൽ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓവുചാലിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടത് പ്രതിഷേധത്തിനിടയാക്കി. വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നത് കാരണം വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണി ഉയർന്നതിനെ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK നജ്മൽ, വാർഡ് മെമ്പർ KK റിനീഷ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് C നിജിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള അടിയന്തര നടപടി കൈക്കൊള്ളാത്ത കരാർ കമ്പനിയുടെ നിലപാടിനെതിരെ ഇവർ പണിസ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താസന്ധ്യയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.
ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.